വേൾഡ് കപ്പിൽ പെർഫോം ചെയ്ത താരങ്ങളെ മിക്കവാറും ക്ലബ്ബുകൾ നോട്ടമിടുന്നത് സാധാരണമായിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് റയൽ മാഡ്രിഡ്. അവരെ ബദ്ധവൈരികളോട് തുടർച്ചയായിട്ട് തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഗലാക്റ്റിക്കോസ് 3.0 എന്ന് പറഞ്ഞിട്ടാണ് ഇതിപ്പോൾ കൊണ്ടുവരുന്നത്. ബാഴ്സയുടെ ഏറ്റവും സമ്പന്നമായ പൊസിഷൻ എന്ന് പറയുന്നത് മിഡ്ഫീൽഡാണ്. ഫെറാൻ ടോറസ് ഇപ്പോൾ PSG പോകാൻ നിൽക്കുകയാണ്. സുവാരസിൻ്റെ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഒരു പ്രോപ്പർ നമ്പർ 9 ഉണ്ടായിട്ടില്ല. ഒന്നുമല്ലാതെ നിൽക്കുന്ന ഒരു ബാഴ്സയിലേക്കായിരുന്നു ലെവൻഡോസ്കി ബയേണിൽ വരുന്നത്. യമാലും ഗോർഡനുമായിരിക്കും വിങ്ങുകളിൽ ബാഴ്സയുടെ ഒരു കുന്തോമിന. ആ ഘട്ടത്തിലാണ് ഒരു സെന്റർ ഫോർവേഡ് എന്ന തരത്തിലേക്ക് ഒരു സ്ട്രൈക്കർ റോളിൽ അത്ര കെൽപ്പോടെ ഇറങ്ങാൻ കഴിയുന്ന ഒരു താരത്തിന്റെ അഭാവം ബാഴ്സയെ അലട്ടുന്നത്. റയലാണ് റോഡ്രി ആദ്യം ബന്ധപ്പെടുകയും തങ്ങളുടെ കൂടാരത്തിൽ എത്തിക്കാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്തത്. ചിത്രമാകെ മാറുകയാണ്. അടുത്ത എൽ ക്ലാസിക്കോ ആവേശകരമാവുകയാണ്. നമ്മൾ ഒറ്റ രാത്രി കൊണ്ട് കഥ മാറാമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ട്രാൻസ്ഫർ ലോകത്ത് ബാഴ്സലോണയും റയലും തമ്മിലുള്ള പോര്. ഒറ്റ ഒരു ന്യൂസ് കൊണ്ട് ആകെ ട്രാൻസ്ഫർ ചിത്രം ആകെ മാറിയിരിക്കുകയാണ്. ബാഴ്സലോണ റോഡ്രിയെ ഡിഫൻസീവ് മിഡ്ഫീൽഡറെ കൊണ്ടുവരാനുള്ള നീക്കത്തിൽ റയലിനെ മറികടന്ന് മുൻപന്തിയിലെത്തിയിരിക്കുന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അതോടെ ഇതുവരെ കണ്ട ചിത്രം അപ്പാടെ മാറിയിരിക്കുകയാണ്. റയൽ മൗറിഞ്ഞോയെ കൊണ്ടുവന്നു, നിരവധി സൈനികങ്ങൾ നടത്തി, ട്രാൻസ്ഫറിൽ ഏറെ മുന്നിലാണെന്ന് നമ്മൾക്ക് തോന്നിപ്പിച്ചെങ്കിലും വിടാതെ ബാഴ്സ പിന്തുടർന്നിരിക്കുകയാണ്. അവരുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ ഡെക്കോ ഒറ്റ ഒരു ട്രാൻസ്ഫർ കൊണ്ട് ഈ സീസൺ ബാഴ്സ ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ടതാക്കി മാറ്റുകയാണ്. റോഡ്രിയെ സ്പാനിഷ് മിഡ്ഫീൽഡർ കൊണ്ടുവരികയാണ്. നേരത്തെ ആൻ്റണി ഗോർഡനെ കൊണ്ടുവന്നു കഴിഞ്ഞു. അങ്ങനെ ട്രാൻസ്ഫറിൽ ബാഴ്സ കളം പിടിക്കുകയാണ്. റോഡ്രി കൊണ്ടുവന്നത് ഒരർത്ഥത്തിൽ ബാഴ്സയുടെ മാത്രമല്ല, നമ്മുടെ ആരാധകരുടെ തന്നെ ഏറ്റവും കളി കാണാൻ ഏറ്റവും കൊതിച്ച ഒരു പ്ലെയർ കൂടിയാണ്. ബാഴ്സയിലേക്ക്, സ്പാനിഷ് ടീമിലേക്ക് നിർണായകമായ സംഭാവനകൾ നൽകിയിട്ട താരം ബാഴ്സയുടെ എഞ്ചിനായി മാറാൻ പോകുന്നു എന്ന വാർത്തയാണ് ലാലിഗ പ്രേമികൾക്കും ഫുട്ബോൾ പ്രേമികൾക്കൊട്ടാകെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. അടുത്ത സീസണിൽ ഇനി റോഡ്രി മിക്കവാറും ബാഴ്സയുടെ തട്ടകത്തിൽ തന്നെ കളിക്കുമെന്ന വാർത്തകൾ പുറത്തു വരികയാണ്. നമുക്കറിയാം റോഡ്രിയുടെ ഒരു പ്രകടനം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് റോഡ്രി ഈ മധ്യനിരയിൽ കാഴ്ചവെക്കുന്ന ഒരു പ്രകടനം സിറ്റിയിൽ വന്നു, ക്ലബ് ഫുട്ബോളിലായാലും അന്താരാഷ്ട്ര തലത്തിലായാലും ഒക്കെ കഴിഞ്ഞ ലോകകപ്പിൽ റോഡ്രി സാമാന്യ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ടൂർണമെൻറ്റിലെ ഗോൾഡൻ ബോൾ വരെ സ്വന്തമാക്കുന്ന തരത്തിലേക്ക് റോഡ്രിയുടെ പ്രകടനം എത്തിക്കഴിഞ്ഞു. ഫൈനലിലൊക്കെ മാരകമായിരുന്നു. അർജൻറ്റീനയുടെ മെസ്സിയുടെയൊക്കെ പോരാട്ടത്തെ നിഷ്പ്രഭമാക്കുന്ന തരത്തിലേക്ക് റോഡ്രി മധ്യനിരയിൽ സർവാധിപത്യം പ്രാപിച്ചു കഴിഞ്ഞു. ആ റോഡ്രിയെ സ്വന്തമാക്കാനായിരുന്നു റയൽ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചിരുന്നത്. റയലാണ് റോഡ്രി ആദ്യം ബന്ധപ്പെടുകയും തങ്ങളുടെ കൂടാരത്തിൽ എത്തിക്കാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്തത്. എന്നാൽ വിട്ടുകൊടുക്കാതെ ബാഴ്സയും പോരടിച്ചു തുടങ്ങി. ട്രാൻസ്ഫറിൽ ബാഴ്സ താരവുമായി ചർച്ച വരെ നടത്തിക്കഴിഞ്ഞു. ഇനി ഒരു ഔദ്യോഗിക അറിയിപ്പ്, അതായത് ക്ലബ്ബും മാഞ്ചസ്റ്റർ സിറ്റിയും ബാഴ്സയും തമ്മിൽ ഒരു ഡീൽ, തുകയുടെ കാര്യത്തിലൊക്കെ ഒരു ഡീലിൻ്റെ കുറവ് മാത്രമേ ഇനി വരാനുള്ളൂ. അതുകൂടി പൂർത്തിയായാൽ ആ സൈനിങ് പൂർത്തിയാകും. ഏറെക്കുറെ റോഡ്രി ബാഴ്സയുടെ തട്ടകത്തിൽ എത്തി തന്നെ നമുക്ക് ഉറപ്പിക്കാം. എല്ലാ റിപ്പോർട്ടുകളും അതാണ് സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ റോഡ്രി കൂടി ബാഴ്സയുടെ തട്ടകത്തിൽ വരുമ്പോഴേക്കും ചിത്രമാകെ മാറുകയാണ്. അടുത്ത എൽ ക്ലാസിക്കോ ആവേശകരമാവുകയാണ്. നമുക്കറിയാം മൗറിഞ്ഞോ റയൽ എത്തിച്ചു കഴിഞ്ഞ് അവർ അടുത്ത സീസൺ, കഴിഞ്ഞ 2 സീസണുകളായിട്ട് റയലിന് കിരീടമില്ല. അപ്പോൾ ഒരു കിരീടം നേടാനുള്ളച്ച് റയൽ അവരുടെ പാളയത്തിൽ ആൾക്കാരെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശീലകൻ ഉൾപ്പെടെ അതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ തങ്ങളും ഒട്ടും പിറകിലല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ശരിക്കും യഥാർത്ഥത്തിൽ റയലിനൊരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് ട്രാൻസ്ഫറിലേക്ക് ബാഴ്സ ഈ മുന്നേറുന്നത്. ഗോർഡനെയും അഡേമിയും ഇപ്പോൾ റോഡ്രിയും വരാൻ പോകുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ റോഡ്രി കൂടി എത്തുമ്പോൾ ബാഴ്സയുടെ കളി എങ്ങനെയായിരിക്കും അത് റയലിന് ഒരു വലിയ വെല്ലുവിളി സൃഷ്ടിക്കുമോ? അഭിനന്ദൻ എങ്ങനെയാണ് തോന്നുന്നത്? എല്ലാവരും ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോനെ കാണുന്നപ്പോൾ സീസൺ തുടങ്ങുന്നതിന് മുമ്പേ ആണ് ഈ വിൻഡോ വരുന്നത്. ഇപ്പം ഈ വിൻഡോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് അടുത്തൊരു ക്ലബ് സീസണിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ വേൾഡ് കപ്പിൽ പെർഫോം ചെയ്ത താരങ്ങളെ മിക്കവാറും ക്ലബ്ബുകൾ നോട്ടമിടുന്നത് സാധാരണമായിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് റയൽ മാഡ്രിഡ്. റയലിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിയാൽ അറിയാം. നമ്മൾ ഹാമിഷ് റോഡ്രിഗസ് ഒക്കെ റയലിലേക്ക് വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം വേൾഡ് കപ്പിൽ തിളങ്ങിയ താരങ്ങളെ ടീമിലെത്തിക്കുക എന്ന് പറയുന്നത് പൊതുവെ ക്ലബ്ബുകൾ ചെയ്യുന്നതാണ്. പക്ഷേ നമുക്ക് ആവശ്യമുള്ള താരങ്ങളെ ക്ലബിൻ്റെ സിസ്റ്റത്തിനോട്, അതായത് ആ പരിശീലകൻ്റെ സിസ്റ്റത്തിനോട് ചേർന്ന് നിൽക്കുന്ന താരങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ റയലിൻ്റെ ഒരു കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ റയൽ വർഷങ്ങളായിട്ട് നേരിടുന്ന ഒരു പ്രശ്നം, ഇപ്പോൾ ഈ കഴിഞ്ഞ 2 സീസണുകളായിട്ട് കിരീടമില്ല എന്ന് പറയുന്നത് റയലിൻ്റെ സ്ക്വാഡ് പോരായിട്ടില്ല.
കാരണം ഏറ്റവും മികച്ച, അതായത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച സ്ക്വാഡുകളിലൊന്ന് റയൽ മാഡ്രിഡിൻ്റെയാണ്. ഇപ്പം ഏറ്റവും മൂല്യമുള്ള സ്ക്വാഡും റയലിൻ്റെ തന്നെയാണ്. പക്ഷേ എവിടെയാണ് പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ എന്താണ് ക്ലബിലെ ലാക്ക് ചെയ്യുന്നത്, എന്താണ് ക്ലബിൽ, അതായത് അവരുടെ ലൈനപ്പിൽ എന്താണ് കുറവ്, സ്റ്റാർട്ടിംഗ് ലൈനപ്പിലെ കുറവ് എന്താണ് എന്നുള്ളത് അത് അഡ്രസ്സ് ചെയ്തിട്ട് കൊണ്ടുവരാൻ, താരങ്ങളെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ലൂക്ക മോഡ്രിച്ചും ടോണി ക്രൂസും പോയതിന് ശേഷം റയലിൻ്റെ മിഡ്ഫീൽഡ് ശൂന്യമാണ്. ഇപ്പം നമ്മൾ നോക്കിയാൽ അറിയാം, കമവിങ്ങേനെയും ചോമിനീനെയും വാൽവർദ്ദേനെയും ബെല്ലിങ്ങാമിനെയൊക്കെ പല രീതിയിലും കളിപ്പിച്ച് നോക്കിയിട്ടുണ്ട്. ഇപ്പം സാബി അലോൺസോ ആയാലും ആഞ്ചലോട്ടി ആയാലും ഒക്കെ. പക്ഷേ ഇത് എവിടെയും ക്ലിക്ക് ആവുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് കിരീടമില്ലാതെ റയൽ പോകുന്നത്. റയലിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ സീസണുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ റയൽ കിരീടമില്ലാതെ പോയത് മാത്രമല്ല, എൽ ക്ലാസിക്കോയിൽ ഒരു മാച്ച് ഒഴികെ കഴിഞ്ഞ 2 സീസണുകളായിട്ട് ബാഴ്സയെ നേരിട്ട മത്സരങ്ങളിലൊക്കെ റയൽ തോൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ 2 തോൽവി വന്നിട്ടുള്ളത് കിരീട പോരാട്ടങ്ങളിലുമായിരുന്നു എന്നുള്ളതാണ്. അവരെ ബദ്ധവൈരികളോട് തുടർച്ചയായിട്ട് തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഒരു ട്രാൻസിഷൻ സ്റ്റേജിലേക്ക് ഇപ്പം നമ്മൾ റയൽ ഇതേപോലെ വലിയ താരങ്ങളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഗലാറ്റിക്കോസ് ഇറ എന്ന് പറയാറുണ്ട്. ഇപ്പം ഗലാറ്റിക്കോസ് 3.0 എന്ന് പറഞ്ഞിട്ടാണ് ഇതിപ്പോൾ കൊണ്ടുവരുന്നത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുക്രയെ ഇപ്പം ലോകകപ്പ് നേടിയ സ്പെയിൻ ടീമിലെ ഏറ്റവും മികച്ച ഡിഫൻഡേഴ്സിൽ ഒരാളാണ്, ഫുൾ ബാക്കുകളിൽ ഒരാളെയാണ് റയൽ ടീമിൽ എത്തിച്ചിരുന്നത്. അതായത് റൈറ്റും ലെഫ്റ്റും ആൾക്കാരായി. ഡംഫ്രീസ് നെതർലൻഡ്സിനും നല്ല തെറ്റില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു, കുക്രയും. പക്ഷേ അവിടെയും ഒരു പ്രശ്നം വന്നിരിക്കുന്നത് 32 വയസ്സ് പിന്നിട്ടിരിക്കുന്ന ബെർണാഡോ സിൽവയെ മിഡിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള. മിഡ്ഫീൽഡിലെ ഇപ്പോഴും അവരുടെ മിഡ്ഫീൽഡിലെ പ്രശ്നം പരിഹരിക്കാൻ ബെർണാഡോ സിൽവ വന്നു കഴിഞ്ഞാൽ മതിയാകുമോ എന്നുള്ള സംശയം അവിടെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നമ്മൾ ബാഴ്സയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബാഴ്സയുടെ ഏറ്റവും സമ്പന്നമായ പൊസിഷൻ എന്ന് പറയുന്നത് മിഡ്ഫീൽഡാണ്. അവരുടെ മിഡ്ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പെഡ്രി ഉണ്ട്, പെഡ്രി, ഗാവി പോലത്തെ പ്ലേയേഴ്സാണുള്ളത്. ഡിയോങ് ഇഞ്ചേർഡ് ആയ ഒരു കാര്യമുള്ളത് കൊണ്ടായിരിക്കാം അവർ റോഡ്രിയെ കൊണ്ടുവരാനുള്ള അറ്റംപ്റ്റ് നടത്തുന്നത്. കാരണം ഇനിയിപ്പോൾ റോഡ്രി വന്നിട്ടില്ല എന്ന് ഉണ്ടെങ്കിൽ കൂടി മാർക്ക് ബെർണൽ ആ പൊസിഷൻ കാര്യമായിട്ട് കൈകാര്യം ചെയ്യും എന്നുള്ളതായിരിക്കും. കാരണം ഇല്ലെങ്കിൽ പെഡ്രിയുടെ കൂടെ മിഡിലേക്ക് വരിക മിക്കവാറും മാർക്ക് ബെർണൽ ആയിരിക്കും. മാർക്ക് ബെർണൽ കഴിഞ്ഞ സീസണിലൊക്കെ ബാഴ്സയ്ക്കായിട്ട് അതായത് ഇതേപോലെ സബ് ഇറങ്ങിയിട്ടും അത്ര പ്രാമുഖ്യമല്ലാത്ത മത്സരങ്ങളിൽ കളിപ്പിച്ചിട്ടുമൊക്കെ തെറ്റില്ലാത്ത പെർഫോമൻസ് പുറത്തെടുത്ത പ്ലെയറാണ്. ബാഴ്സയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബാഴ്സയ്ക്ക് ഫെറാൻ ടോറസ് ഇപ്പോൾ PSG പോകാൻ നിൽക്കുകയാണ്. അപ്പം ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ലെവൻഡോസ്കി പോയതിനു ശേഷം അവർക്ക് സുവാരസിൻ്റെ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്താ പറയുക, ഒരു പ്രോപ്പർ നമ്പർ 9 ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷയമുണ്ട്. അത് ലെവൻഡോസ്കി വന്നപ്പോഴാണ്. ലെവൻഡോസ്കി വരുന്നതെന്ന് പറഞ്ഞാൽ ലെവൻഡോസ്കിയുടെ ഒരു പ്രൈം ടൈമൊക്കെ കഴിഞ്ഞിട്ടാണ് ലെവൻഡോസ്കി ബാഴ്സയിലേക്ക് വരുന്നത്. പക്ഷേ എന്നിട്ട് പോലും ബാഴ്സയെ റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെവൻഡോസ്കി എടുത്ത എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ബാഴ്സ ആരാധകരും താങ്ക്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലെയർ കൂടിയാണ് ലെവൻഡോസ്കി. കാരണം ഒന്നുമല്ലാതെ നിൽക്കുന്ന ഒരു ബാഴ്സയിലേക്കായിരുന്നു ലെവൻഡോസ്കി ബയേണിൽ വരുന്നത്. ബാഴ്സ കഴിഞ്ഞ 2 സീസണുകളിലായിട്ട് ലാലിഗ നേടിയതും സൂപ്പർ കോപ്പ അടക്കമുള്ള കിരീടങ്ങൾ നേടിയതും ഒക്കെ നിർണായക പങ്ക് വഹിച്ചത് ലെവൻഡോസ്കി ആയിരുന്നു. ലെവൻഡോസ്കിക്ക് പകരം കളിക്കുന്ന സമയത്ത് തെറ്റില്ലാത്ത പെർഫോമൻസ് പുറത്തെടുത്ത പ്ലെയർ ആയിരുന്നു ഫെറാൻ ടോറസ്. അതായത് എന്താ പറയുക, ഒരു തെറ്റില്ലാത്ത, അതായത് അത്ര മോശമല്ലാത്ത ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് താനെന്ന് തെളിയിച്ചൊരു പ്ലെയർ കൂടിയാണ് ഫെറാൻ ടോറസ്. പക്ഷേ ഫെറാനെ 90 മിനിറ്റ് ഒരു ഫുൾ ടൈം കളിപ്പിക്കാൻ പറ്റുന്ന പ്ലെയർ ആണോ എന്നുള്ളത് ഫെറാൻ ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. ഈവൻ സ്പെയിൻ അടക്കം മിക്കൽ ഓർസബാലിനെയാണ് സ്ട്രൈക്കറായിട്ട് പ്രോപ്പറായിട്ട് കളിപ്പിച്ചത്. അവിടെയും ഫെറാൻ സബ്ബായിട്ടാണ് കളിച്ചത്. അതാണ് പറയുന്നത്. അതായത് ഒരു പൊസിഷനിലേക്ക്, അതായത് ഇപ്പോൾ റോഡ്രിയെ കൊണ്ടുവരുന്ന DM പൊസിഷൻ ഏറെക്കുറെ സെറ്റാണ് ബാഴ്സയ്ക്ക്. ഡിയോങ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പൊസിഷനിലേക്ക് ആപ്റ്റായ ഒരു താരത്തെ കൊണ്ടുവരിക എന്നുള്ളത് എല്ലാ ട്രാൻസ്ഫറിലും ടീമുകൾ ചെയ്യുന്ന ഒന്നാണ്. ഡിയോങ് പരിക്കായി ഏകദേശം ഒരു 6 മാസത്തോളം പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ അത്തരത്തിൽ ഡിയോങ് പോകുമ്പോൾ അതിന് ഏറ്റവും പെർഫെക്റ്റ് ആയ ഒരു റീപ്ലേസ്മെൻ്റ് ആയിരിക്കും റോഡ്രി എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. കാരണം നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് റോഡ്രിയുടെ കളി നിരീക്ഷിച്ചു വന്നാൽ അറിയാം, അതായത് ടീമിന് വേണ്ടിയിട്ട് ഏത് പൊസിഷനിലും ഗുണകരമായിട്ടുള്ളൊരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ്. നമ്മൾ അർജന്റീനക്കെതിരെ ഫൈനലിലൊക്കെ കണ്ടു. അതായത് മിഡിൽ മാത്രമല്ല, മിഡിൽ പാസുകളായാലും ടാക്ലിങ്ങളായാലും ഒക്കെ മിഡിൽ നിറഞ്ഞു നിൽക്കുന്നതിനപ്പുറത്തേക്ക് ഡിഫൻസീവിന് ഒരു നിർണായകമായ സംഭാവന നൽകാൻ കൂടി കഴിയുന്ന ഒരു താരമാണ്. ഡിഫൻസീവിൽ നമുക്ക് ഓർമ്മയുണ്ടാകും, 2 CB ഹൈലൈൻ ഡിഫൻസിൽ നിൽക്കുമ്പോൾ തന്നെ അവരുടെ ഇറങ്ങി വന്ന ഒരു മൂന്നാമത്തെ ഒരു CB എന്ന തരത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി കളിക്കുന്ന ഒരു റോഡ്രിയെ നമ്മൾ കണ്ടു. അത് വളരെ നിർണായകം. അറ്റാക്കിൻ്റെ കാര്യത്തിൽ എടുക്കുമ്പോൾ ഡിഫൻസിൽ മാത്രമല്ല അറ്റാക്ക് ചെയ്യുമ്പോഴും ചാൻസ്
ക്രിയേഷൻ വളരെ മികച്ച രീതിയിൽ നടപ്പാക്കാൻ കഴിയുന്നൊരു താരമാണ്. അത് നമ്മൾ ആ ടൂർണമെൻറ്റിൽ ത്രൂ ഔട്ട് നമ്മൾ കണ്ടു. മെസ്സിക്ക് ഗോൾഡൻ ബോൾ കിട്ടുമെന്ന് വരെ ആൾക്കാർ പറഞ്ഞെടുത്തുന്നതാണ് റോഡ്രി. ആ ഒറ്റ മത്സരം കൊണ്ടാണ് ചിത്രമാകെ മാറ്റുന്നത്. തൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന്, തൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തൊരു മത്സരമായിരുന്നു ലോകകപ്പ് ഫൈനൽ. അത് തന്നെയാണ് റോഡ്രിയെ ടീമുകൾ എടുക്കാനുള്ളൊരു കാരണം. ബാഴ്സക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്യൂട്ടാകുന്നൊരു താരമായിരിക്കും റോഡ്രി. കാരണം ഡിയോങ് കഴിഞ്ഞ നാളുകളിൽ കളിച്ച കളി നമുക്കറിയാം. അതേപോലെ തന്നെ റോഡ്രി ഹോൾഡ് ചെയ്ത് കളിക്കാൻ ഏറ്റവും മികച്ച, പെപ് ഗാർഡിയോള വളരെ മനോഹരമായിട്ട് റോഡ്രി അത് ഉപയോഗിച്ചിട്ടുണ്ട്. സിറ്റിയുടെ മിഡിൻ്റെ ഒക്കെ നെടുന്തൂണായിരുന്നു റോഡ്രി. കാരണം ഹോൾഡ് ചെയ്യാൻ റോഡ്രിയെ പോലെ കഴിവുള്ള താരങ്ങൾ വളരെ കുറവാണ്. അത്ര ഹോൾഡ് ചെയ്തിട്ടാണ് കളിക്കുന്നത്. ഡിഫൻസീവ് മിഡ് DM എന്ന പൊസിഷൻ നമ്മൾ പറഞ്ഞു. DM-ൽ ഒരു പക്ഷേ ബാഴ്സക്ക് ബുസ്കറ്റ്സിന് ശേഷം അങ്ങനെ DM-ൽ ഇത്രത്തോളം ശോഭിച്ചൊരു താരമില്ല. DM ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് DM റോളിൽ തിളങ്ങാൻ കഴിയുന്നൊരു താരമാണ് റോഡ്രി. നമ്മൾ നേരത്തെ ടാക്ലിങ്ങിനെ സൂചിപ്പിച്ചു. അത്ര മനോഹരമായിട്ട് അദ്ദേഹം ടാക്കിൾ ചെയ്യുന്നത്, പാസ് കൊടുക്കുന്നത്, ത്രൂ ബോളുകൾ കൊടുക്കുന്നത്, അങ്ങനെ അറ്റാക്കിങ്ങിലും ഡിഫൻസിലും ഒരേ തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തരുന്ന ഒരു താരം. ലോകത്തെ തന്നെ നിലവിൽ ഏറ്റവും മികച്ച താരങ്ങളിലൊരാളായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു താരം. അങ്ങനെ ആ റോഡ്രി, അതുകൊണ്ടാണ് റയലും വിട്ടുകൊടുക്കാതെ റോഡ്രിക്ക് വേണ്ടിയിട്ട് എപ്പോഴും റയൽ ചെയ്യുന്ന ഒരു കാര്യം അതാണ്. ലോകകപ്പിൽ തിളങ്ങുന്ന, അതായത് സമീപകാലത്ത് ഏറ്റവും കൂടുതൽ പ്രകടനം കാഴ്ചവെക്കുന്ന താരങ്ങളെ റയൽ കലാകാലങ്ങളായിട്ട് നോട്ടമിടാറുണ്ട്. അവർക്ക് പിറകെ പുന്നും വില എറിഞ്ഞിട്ട് അവർ സ്വന്തമാക്കാൻ ശ്രമിക്കാറുണ്ട്. അതേ നടപടിയാണ് ഇവിടെയും റോഡ്രിക്കെതിരെയും സമീപിച്ചത്. ആദ്യം റോഡ്രിയെ സമീപിച്ചു, ഒരു തരത്തിൽ റോഡ്രിയെ അവരൊരു തട്ടകത്തിൽ എത്തിച്ചു എന്ന് വരെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. അതിന് പിന്നാലെയാണ് ബാഴ്സ കളം പിടിക്കുന്നത്. ബാഴ്സ ആ ട്രാൻസ്ഫറിൽ റയലിനെ മറികടന്നുകൊണ്ട് മുന്നേറുന്നത്. അവസാനമായി റോഡ്രി തന്നെ ബാഴ്സയുമായി ഏകദേശ ധാരണയിലെത്തി. ബാഴ്സ മാത്രം മതി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇനി മറ്റൊരു ക്ലബിലേക്ക് പോകുന്നില്ല എന്ന് റോഡ്രി തന്നെ പറഞ്ഞതായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് ബാഴ്സയ്ക്ക് ആയിട്ടാണ് ഇനി അടുത്ത സീസണിൽ കളിക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലബ്ബുകളുമായിട്ടുള്ള ഫീ കാര്യങ്ങൾ മാത്രമേ വരാനുള്ളൂ. അത്തരത്തിൽ റോഡ്രി ഈ ബാഴ്സക്കാരുടെ നെടുന്തൂണായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ DM പൊസിഷനിൽ റയലിനെ മറികടന്നുകൊണ്ട് ബാഴ്സ കളം പിടിച്ചിരിക്കുന്നു. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി ബാഴ്സ DM പൊസിഷൻ വിടവ് നികത്തുമ്പോൾ തന്നെ മറ്റുള്ള പൊസിഷനിലേക്ക് ബാഴ്സ ആരെ കളിപ്പിക്കും എന്നൊരു ചോദ്യമുണ്ട്. നേരത്തെ കൃത്യമായി സൂചിപ്പിച്ചു, സെൻട്രൽ ഫോർവേഡ് എന്ന തരത്തിലേക്ക്. DM-ൻ്റെ പ്രശ്നം പരിഹരിക്കുമ്പോൾ തന്നെ വലിയ നാളുകളായിട്ട് അലട്ടുന്നൊരു പ്രശ്നമാണ് സെൻട്രൽ ഫോർവേഡ്. ലെവൻഡോസ്കിക്ക് ശേഷം ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സെൻട്രൽ ഫോർവേഡ് ഇതില്ല. സ്ട്രൈക്കർ റോളിൽ ടീമുകൾക്ക് ആളുകളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നൊരു കാലം കൂടിയാണ്. മനോഹരമായിട്ട് അദ്ദേഹം ലോകകപ്പ് കളിച്ചിട്ടുണ്ട്. ഇക്കുറിയും ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. പിന്നെ റൈറ്റ് വിങ്ങിൽ നോക്കുമ്പോൾ പക്ഷേ ലെഫ്റ്റ് വിങ്ങിലൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. റാഫിനയ്ക്ക് പരിക്കാണ്. ഗോർഡനെ ലെഫ്റ്റ് വിങ്ങിലേക്ക് ബാഴ്സ പ്രതീക്ഷിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത സീസണിൽ ബാഴ്സയുടെ ലെഫ്റ്റ് വിങ്ങിൻ്റെ നെടുന്തൂണായിരിക്കും ഗോർഡൻ. അത് ലോകകപ്പിൽ നമ്മൾ ഇംഗ്ലണ്ടിനെതിരെ കണ്ടു. വളരെ മനോഹരമായിട്ട് ലെഫ്റ്റ് വിങ്ങിൽ ഡ്രിബിൾ ചെയ്ത് മുന്നേറാനും ത്രൂ ബോൾ കൊടുക്കാനും ക്രോസുകൾ കൊടുക്കാനും ഒക്കെ കെൽപ്പുള്ളൊരു താരമാണ്. അപ്പോൾ ഏറെക്കുറെ ബാഴ്സയുടെ ലെഫ്റ്റ് വിങ് ഗോർഡൻ്റെ കാലുകളിൽ ഭദ്രമാണ്. ഇപ്പുറം നോക്കുമെങ്കിൽ റൈറ്റ് വിങ് യമാലും ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. റാഫിനയ്ക്ക് ഒരു പരിക്ക് അലട്ടുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും റൈറ്റ് വിങ് യമാൽ ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ യമാലും ഗോർഡനുമായിരിക്കും വിങ്ങുകളിൽ ബാഴ്സയുടെ ഒരു കുന്തോമിന. ആ ഘട്ടത്തിലാണ് സെൻട്രൽ ഫോർവേഡ് എന്ന തരത്തിലേക്ക് ഒരു സ്ട്രൈക്കർ റോളിൽ അത്ര കെൽപ്പോടെ തിളങ്ങാൻ കഴിയുന്ന ഒരു താരത്തിൻ്റെ അഭാവം ബാഴ്സയെ അലട്ടുന്നത്. ഇത് ഫെറാൻ ടോറസൊക്കെ ഉണ്ടെങ്കിലും എത്രത്തോളം അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിയും എന്നൊരു ചോദ്യം ബാഴ്സ ആരാധകർ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ബാഴ്സയുടെ ഇനിയിപ്പോൾ അടുത്ത സീസണിൽ ബാഴ്സയുടെ ഒരു പ്രകടനത്തെ തന്നെ അത് ബാധിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. DM കൊണ്ടുവന്നാൽ കൂടി ഒരു സെൻട്രൽ ഫോർവേഡ് പന്ത് എത്തിക്കാനും പന്ത് ഗോളാക്കി കൺവേർട്ട് ചെയ്യാനും ആ കോൺട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ കഴിയുന്നൊരു താരത്തിലേക്ക് ബാഴ്സ ഈ ട്രാൻസ്ഫറിൽ പോകുന്നില്ല എന്നാണ് നമ്മൾ കാണുന്നത്. നേരത്തെ പറഞ്ഞു ഡെക്കോയുടെ ഒരു ഇടപെടൽ. ഡെക്കോയും ലാപ്പോർട്ടോയും ഹാൻസി ഫ്ലിക്കൊക്കെ നന്നായി ഇടപെടൽ നടത്തുന്നുണ്ട്. ഒരുങ്ങി തന്നെയാണ് ഈ സീസണിൽ ബാഴ്സയ്ക്ക് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചുള്ള എല്ലാ പൊസിഷനിലും ഉള്ളൊരു പ്രശ്നങ്ങൾ ബാഴ്സയെ നന്നായിട്ട് അലട്ടുന്നുണ്ട്. അതുപോലെ തന്നെയുള്ളൊരു പൊസിഷനാണ് സെൻട്രൽ ബാക്കുകൾ. ബാഴ്സയുടെ സെൻട്രൽ ബാക്കിനെ എങ്ങനെയാണ് കാണുന്നത്? അത് അവിടെയും ഇതേപോലുള്ളൊരു പ്രശ്നങ്ങൾ അലട്ടുന്നില്ലേ? ബാഴ്സയുടെ ട്രാൻസ്ഫർ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഒരു 100% കംപ്ലീറ്റ് ആവാനുള്ളത് ഇപ്പം ലെഫ്റ്റിൽ ജാവോ കാൻസലോയുടെ ട്രാൻസ്ഫറാണ്. ഇപ്പം നമുക്ക് ഓൾറെഡി തൊട്ട് മുമ്പത്തെ ഒരു ബാഴ്സ 11 നോക്കുകയാണെങ്കിൽ ഇപ്പം ലെഫ്റ്റ് ബാക്ക് അലഹാൻഡ്രോ ബാൽഡയും റൈറ്റ് ബാക്ക് യൂൾസ് കുണ്ടേ ആയിരുന്നു. അപ്പം രണ്ടുപേരും ഇപ്പോൾ ഫ്ലിക്കിൻ്റെ ഒരു സിസ്റ്റം, ഫ്ലിക്കിൻ്റെ ഒരു ഹൈലൈൻ ഡിഫൻസും ഫ്ലിക്കിൻ്റെ ഒരു അറ്റാക്കിംഗ് സിസ്റ്റം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 സീസണുകളായിട്ട് ബാഴ്സയുടെ മാച്ചസ് നോക്കിയാൽ അറിയാം, 3 ഗോളിന് പിന്നിൽ നിൽക്കുകയാണെങ്കിൽ പോലും ബാഴ്സ ഫാൻസിന് പേടിയില്ല. കാരണം 4 ഗോൾ എന്തായാലും ടീം തിരിച്ചടിക്കും എന്ന കോൺഫിഡൻസ് നൽകുന്ന ഒരു സ്ക്വാഡായിരുന്നു ബാഴ്സയ്ക്ക് കഴിഞ്ഞ സീസണുകളിലൊക്കെ ഉണ്ടായിരുന്നത്. ഇഞ്ചുറി കൂടുതൽ വന്ന സമയത്താണ് അതിനൊരു പ്രശ്നം വന്നു തുടങ്ങുന്നത്. കാരണം കുണ്ടേക്ക് ഇടയ്ക്ക് പരിക്ക് പറ്റി, ബാൾഡേക്ക് പരിക്ക് പറ്റി. അങ്ങനെയാണ് ജാവോ കാൻസലോനെ
ലോണിൽ കൊണ്ടുവരുന്നത്, സൗദി ലീഗിൽ നിന്ന് ലോണിൽ കൊണ്ടുവരുന്നു. റൈറ്റ് ബാക്ക് ആയിട്ട് അവർ പലപ്പോഴും മാറ്റി കളിപ്പിച്ച്, അരാഹുവിനെ മാറ്റി കളിപ്പിച്ചിട്ടുണ്ട്. എറിക് ഗാർസിയ ഉണ്ടായിരുന്നു. എറിക് ഗാർസിയ ബാഴ്സയിൽ എടുക്കാത്ത റോളില്ല എന്ന് വേണമെങ്കിൽ പറയാം. സെന്റർ ബാക്ക് ആയിട്ട് കളിപ്പിക്കാറുണ്ട്, റൈറ്റ് ബാക്ക് ആയിട്ട് കളിപ്പിക്കാറുണ്ട്, DM ആയിട്ട് എറിക്കിനെ കളിപ്പിക്കാറുണ്ട്. അങ്ങനെയായിരുന്നു ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരുന്നത്. പക്ഷെ പുതിയ സീസണിലേക്ക് വരുമ്പോൾ അവർ പ്രോപ്പർ സ്ക്വാഡിന്റെ ആവശ്യമുണ്ട്. കാരണം ഇപ്പോൾ 2 സീസണുകളിലായിട്ട് ലാ ലിഗ ട്രോഫികൾ നേടിക്കഴിഞ്ഞു. ഇനി അടുത്തത് അവർ യൂറോപ്യൻ കോമ്പറ്റീഷൻ ആണ് തറവായിട്ട് നോക്കുന്നത്. കാരണം ഒരു തവണ ക്വാർട്ടറിലും ഒരു തവണ സെമിയിലും തോറ്റ് പുറത്തുമായിരുന്നു ചാമ്പ്യൻസ് ലീഗിൽ. അപ്പം ഇനി ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടം ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണ് ബാഴ്സ കളിക്കുന്നത്. ബാഴ്സ ട്രാൻസ്ഫർ വിൻഡോയിൽ കളിക്കുന്നതും ഇനി അങ്ങോട്ട് ഒരു ടാർഗറ്റും അത് തന്നെയാണ്. അപ്പം അവിടെയാണ് ഈ എന്താ പറയുക, ഒരു സ്റ്റാർട്ടിംഗ് 11 എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഇതുവരെ അങ്ങനെയാണ്. കാരണം 2 വിങ്ങുകളും ഒന്നുകൂടി സ്ട്രോങ് ആക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ റഫീനിയും യമാലും മാറിക്കഴിഞ്ഞാൽ അവിടെ ആരെന്നുള്ളതിൻ്റെ ബാഴ്സയുടെ ഉത്തരമാണ് റൈറ്റ് വിങ്ങിൽ അദയേമിയും ലെഫ്റ്റ് വിങ്ങിൽ ആന്റണി ഗോർഡനും. അപ്പം റഫീനിയെ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ പല റൂമറുകൾ കേട്ടിരുന്നു, റഫീനിയെ സ്ട്രൈക്കർ റോളിൽ കളിപ്പിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. ഇപ്പം നമ്മൾ റയൽ എംബാപ്പേനെ കളിപ്പിക്കുന്നത് എങ്ങനെയാണ്? അപ്പം ലെഫ്റ്റ് വിങ്ങിൽ അവർക്ക് വിനീഷ്യസും എംബാപ്പയും തമ്മിൽ ആര് കളിക്കും എന്നുള്ളൊരു ഇഷ്യൂ വന്നിരുന്നു. ആ സമയത്താണ് നേരെ എംബാപ്പേനെ സെൻട്രൽ ഫോർവേഡ് ആക്കി കൊണ്ടുവരുന്നത്. എംബാപ്പെ ഒരു പ്രോപ്പർ സെൻട്രൽ ഫോർവേഡ് അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പം പലപ്പോഴും റയലിന്റെ മാച്ച് നോക്കുന്ന സമയത്ത് റൈറ്റിലൂടെയുള്ള അറ്റാക്കുകളും സെൻട്രലിലൂടെയുള്ള അറ്റാക്കുകളും കുറച്ച് വീക്കായിട്ട് ലെഫ്റ്റിലൂടെ മാത്രം അവരുടെ അറ്റാക്സ് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അത് തുറന്നു കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഓപ്പോസിഷൻ ടീമിന് അവരുടെ അറ്റാക്കിന്റെ ഒരു വിസിബിലിറ്റിയാണ്. കാരണം ഇങ്ങനെ ആയിരിക്കും, അത് അവർക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. മറിച്ച് മറ്റൊരു വശത്ത് ബാഴ്സയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ബാഴ്സ ലെവൻഡോസ്കിയെ വെച്ചിട്ടായിരുന്നു അത് ആ സ്ട്രൈക്കർ റോൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷെ അത് വല്ലാതെ അങ്ങ് പ്രതിഫലിക്കാതിരുന്നത് റഫീനിയും. ഇപ്പം ബാഴ്സയുടെ കഴിഞ്ഞ സീസണൊക്കെ നോക്കിയാലറിയാം, റഫീനിയ, ലെവൻഡോസ്കി, യമാലും ഒക്കെ 10 ഗോളിന് മേലെ, ഈവൻ ഡാനി ഓൾമോ ഒക്കെ 10 ഗോളിന് മേലെ സ്കോർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ ഈക്വൽ കോൺട്രിബ്യൂഷനാണ് ഇവർക്ക്. ഇപ്പോൾ ഒന്നിലധികം പേര് സ്കോർ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ബാഴ്സയ്ക്ക് ഉണ്ട്. പിന്നെ എല്ലാവരും ഇപ്പം ഫ്ലിക്കിന്റെ സിസ്റ്റത്തിലേക്ക് ഇപ്പം റോഡ്രി കൂടെ വരുന്ന സമയത്ത് ഇപ്പം റോഡ്രി എങ്ങനെ കളിപ്പിക്കും എന്നുള്ള സംശയമൊന്നും അധികം ആർക്കും വേണം തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ഡിയോങ്ങും പെഡ്രിയും കളിക്കുന്ന ഒരു ബാഴ്സ മിഡ് എന്ന് പറഞ്ഞാൽ പെഡ്രിക്ക് ഒരേ സമയം കുറച്ചുകൂടെ ക്രിയേറ്റീവ് പാസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള റോളും കൂടാതെ ഇന്റർസെപ്ഷൻ സാധനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഒരു എക്സ്ട്രാ പണി പെഡ്രിക്ക് വരുന്നത് കൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ ജേഴ്സി പുള്ളൊക്കെ പെഡ്രിയുടെ ഭാഗത്ത് നിന്ന് കാണുന്നത്. അതുകൊണ്ടാണ് ഒരു എക്സ്ട്രാ എന്താ പറയുക, ഒരു അധിക പണി ശരിക്ക് പെഡ്രിന്ന് ഒഴിവായിട്ട് ഈക്വലി അത് റോഡ്രി വന്നു കഴിഞ്ഞാൽ അതങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. അപ്പം അവിടെ എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഴ്സയുടെ അറ്റാക്ക് ശരിക്കും ഒന്നുകൂടി സ്ട്രോങ് ആവും. കാരണം സ്പെയിൻ്റെ മാച്ച്, ഇപ്പോൾ ബാഴ്സയുടെ മാച്ച് നോക്കുകയാണെങ്കിൽ ബാഴ്സയ്ക്ക് അവിടെ ഒരു ഡിഫൻസീവ് മിഡിന് ആവശ്യമാണ്. കാരണം ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻസീവ് ലൈനപ്പ് ഉള്ള ക്ലബ്ബ് കൂടിയാണ് ബാഴ്സ. അപ്പോൾ നമ്മൾ കുബാഴ്സിനൊക്കെ പറയുകയാണെങ്കിലും കുബാഴ്സിക്ക് എന്താ പറയുക, ഒരു പരിധിക്കപ്പുറം അധിക പ്രഷറും കാര്യങ്ങളും ഇല്ലാതിരുന്നത് അവിടെ DM ആയിട്ട് റോഡ്രി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ലപ്പോർട്ടും കുബാഴ്സിക്കും സ്പെയിൻ്റെ സെൻറ്റർ ബാക്കുകൾക്ക് കാര്യമായിട്ടുള്ള പണി വേൾഡ് കപ്പിൽ എടുക്കേണ്ടി വരാതിരുന്നതും റോഡ്രിയുടെ ഒരു പൊസിഷനിങ് ആണ്. ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് അടുത്തൊരു പാസ് എങ്ങോട്ട് പോകുന്നുള്ളത് കൃത്യമായിട്ട് റോഡ്രിക്ക് അറിയാം. അതാണ് ഒരു അനാവശ്യ ടാക്കിളോ ഒരു എന്താ പറയുക അനാവശ്യ ഫൗളോ റോഡ്രിയുടെ ഭാഗത്തു നിന്ന് ഇല്ലാതിരിക്കുന്നത് ആ ആൻറ്റിസിപ്പേഷനാണ്. കാരണം അത് എന്താ പറയുക, ഒരു പാസിംഗ് ലൈൻ എങ്ങനെയായിരിക്കും എന്നുള്ള റോഡ്രി ആദ്യം കാണും. അതാണ് ശരിക്കും റോഡ്രിയുടെ ഒരു അഡ്വാൻറ്റേജ്. അതാണ് ബാഴ്സയിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലബിന് കിട്ടാൻ പോകുന്ന ഒരു അഡ്വാൻറ്റേജും അതാണ്. ബാഴ്സയിലേക്ക് വന്നാൽ ഏകദേശം കുബാർസിക്ക് രണ്ട് സെന്റർ ബാക്കുകൾ. പക്ഷേ പ്രശ്നം എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് സെന്റർ ബാക്കിന്റെ ഒരു അഭാവമായിരിക്കും എനിക്ക് തോന്നുന്നു. കുബാർസി മിക്കവാറും റൈറ്റ് സെന്റർ ബാക്ക് എന്ന രീതിയിലായിരിക്കും കളിക്കുക. ജെറാർഡ് മാർട്ടിൻ ആണ് ഉള്ളത്. ജെറാർഡ് മാർട്ടിൻ പക്ഷേ എത്ര പ്രോപ്പർ ആയിട്ട് എങ്ങനെ ഒരു ലെഫ്റ്റ് സെന്റർ ബാക്ക് ആണ് എന്നുള്ളതിന്റെ ഒരു സംശയം കൂടെ ഉണ്ട്. അപ്പൊ ഈ 2 സെന്റർ ബാക്കുകളെയും കൂടാതെ ഇപ്പൊ ഫുൾ ബാക്കുകളെ വെച്ചിട്ട് ഫുൾ ബാക്കുകളെ ഒരു എക്സ്ട്രാ അറ്റാക്ക് കൂടെ നിയോഗിക്കുന്ന ഒരു ഇതാണ്. കാരണം ബാൾഡേയും കുണ്ടേ നോക്കിയാൽ അറിയാം, രണ്ടുപേരും കഴിഞ്ഞ സീസണിലൊക്കെ ഗോളുകൾ സ്കോർ ചെയ്ത പ്ലേയേഴ്സാണ്. കാരണം അങ്ങനെയാണ് ബാഴ്സയുടെ അതായത് ബാഴ്സയുടെ കളി നോക്കുകയാണെങ്കിൽ സെൻട്രലിൽ അത്യാവശ്യം ഒരു എന്താ പറയുക മാൻ പവർ അധികം ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് അവർ ഓപ്പോസിഷനെ സമ്മർദ്ദത്തിലാക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കൗണ്ടർ അറ്റാക്ക് വരുന്ന സമയത്ത് ഹൈലൈൻ ഡിഫൻസ് പൊളിഞ്ഞു പോകുന്നതും അവർ പലപ്പോഴും ഗോൾ വഴങ്ങേണ്ടി വരുന്നത്. അത് ശരിക്ക് റോഡ്രിയുടെ വരവോടുകൂടി അതാണ് ശരിക്കും റോഡ്രിയെ കൊണ്ടുവരാൻ ബാഴ്സ ഇത്ര താല്പര്യം കാണിക്കാൻ കാരണം അതാണ്. കാരണം ഡിഫൻസിൽ ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടും.
കാരണം ആ ഡിഫൻസിൽ കിട്ടുന്ന റോഡറി എന്നുള്ള അഡ്വാൻറ്റേജ് അവർക്ക് അറ്റാക്കിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം പെഡ്രിക്കാണെങ്കിൽ പെഡ്രി നമുക്കറിയാം ഏറ്റവും ഇപ്പം ലോകത്ത് ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ക്രിയേറ്റീവ് മിഡ്ഫീൽഡറിൽ ഒരാളാണ് പെഡ്രി. പെഡ്രിക്ക് അത് എക്സ്ട്രാ ഡിഫൻസിൻ്റെ പണി കൂടി ഇല്ലാതെ, ഇൻ്റർസെപ്ഷൻ്റെ പണി കൂടി ഇല്ലാതെ ഈ ക്രിയേറ്റീവ് സൈഡ് മാത്രമായിട്ട് പെഡ്രിക്ക് നോക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം നമുക്ക് ഫ്രണ്ടിൽ നോക്കി അറിയാം ഏറ്റവും മികച്ച ഒരു എന്താ പറയുക നമ്പർ 10 നമുക്ക് ബാഴ്സയ്ക്ക് ഉണ്ട്. ഇപ്പം രണ്ട് നോക്കുകയാണെങ്കിലും, ഇപ്പം ഫെർമിൻ ലോപ്പസ് നോക്കുകയാണെങ്കിലും ഡാനി ഓൾമോ നോക്കുകയാണെങ്കിലും, ഡാനി ഓൾമോ തന്നെ ആയിരിക്കും ഫസ്റ്റ് ലെവലിൽ കളിക്കുക ബാഴ്സയുടെ എന്നുള്ളതായിരിക്കും അടുത്ത സീസണിൽ ഓൾമോ തന്നെ ആയിരിക്കും. കാരണം ഓൾമോയ്ക്ക് അപ്പുറം നിലവിലെ ഫോമിൽ, കാരണം ഫെർമിൻ പരിക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് 1-2 മാച്ച് കൊടുത്ത് നോക്കിയിട്ടേ ഫെർമിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എത്തുള്ളൂ. കാരണം ഫെർമിൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിലൊക്കെ നന്നായിട്ട് കളിച്ച പ്ലെയറാണ്. അപ്പോഴും ഈ പ്രശ്നം സ്ട്രൈക്കർ റോളിൽ കളിക്കുക ആരായിരിക്കും എന്നുള്ളതായിരിക്കും. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ്. അതായത് റോഡ് വരുന്നതോടെ ബാഴ്സയുടെ ടീം ആകെ ബാലൻസ്ഡ് ആവും. മൊത്തത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അറ്റാക്കുകൾ, എതിർ ടീമിൻ്റെ കൗണ്ടർ അറ്റാക്കുകൾ തടയാൻ ബാഴ്സ വല്ലാതെ പണിപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനൊരു പരിഹാരം റോഡിലൂടെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് റോഡിനെ പോലെ ഒരു താരത്തെ കൊണ്ടുവരാനുള്ള ഏറ്റവും പ്രധാനമായ കാരണം അതായിരിക്കും. വരുന്ന കൗണ്ടർ അറ്റാക്കുകൾ പ്രതിരോധിച്ച് നിർത്തുക, അറ്റാക്കിന് കൂടുതൽ വേഗം കൊടുക്കുക, ബോൾ ഹോൾഡ് ചെയ്ത് കളിക്കുക. ബാഴ്സ നമുക്കറിയാം ഈ ടിക്കിടാക്ക ശൈലി മുതലേ അങ്ങനെയാണ് ബാഴ്സ കളിച്ചു വരുന്നത്. ഹോൾഡ് ആ ശൈലി പൂർണ്ണമായും കൈവിട്ടിട്ടേ ഇല്ല. നമ്മൾ സ്പെയിനിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പൂർണ്ണമായിട്ടും സ്പെയിൻ ടിക്കിടാക്ക കൈവിട്ടുകൊണ്ടല്ല സ്പെയിന് മുന്നേറിയത്. ടിക്കിടാക്ക ശൈലികൾ നിലനിർത്തിക്കൊണ്ട് ഒരു ബോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് കൂടുതൽ അറ്റാക്കിന് വേഗം കൂട്ടുകയാണ് സ്പെയിൻ ചെയ്തത്. ആ ശൈലി തന്നെയായിരിക്കും മിക്കവാറും ഈ ഹാൻസി ഫ്ലിക്കും ഉപയോഗിക്കുക. കാരണം റോഡ്രിയെ പോലെ താരത്തെ നന്നായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നൊരു തന്ത്രം കൂടിയാണിത്. ബോൾ ഹോൾഡ് ചെയ്യുക, അറ്റാക്കിന് വേഗം കൂടുക. അറ്റാക്കിന് വേഗം കൂട്ടാനായി ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗോർഡൻ, യമാൽ തുടങ്ങിയ താരങ്ങൾ, വിങ്ങുകളിൽ നന്നായി കളിക്കുന്ന താരങ്ങൾ കൂടി ഈ ടീമിൽ എടുത്തു കഴിഞ്ഞു. പിന്നെ ഈ ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും കൂടി ഈ അറ്റാക്കിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ കഴിയുന്ന താരങ്ങൾ കൂടിയാണ്. അത്തരത്തിൽ അറ്റാക്കിനും കൂടി ബാഴ്സയുടെ വേഗം കൈവരുന്നതോടെ ബാഴ്സയുടെ അറ്റാക്കുകൾ മാറുന്നു. അടുത്ത സീസണിൽ ചിത്രം തന്നെ മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് റയലിന് വെല്ലുവിളിയാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം അതിനെ എങ്ങനെയായിരിക്കും മൗറിനിയോ പ്രതിരോധിക്കുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും ഇപ്പോഴത്തെ ചിത്രം ബാഴ്സ ട്രാൻസ്ഫർ രംഗത്തും റയലിനെ മറികടന്ന് ഒരു മുൻതൂക്കം, ഒരു ആധിപത്യം സ്ഥാപിക്കുന്നത് വ്യക്തമാണ്. അത് പക്ഷേ കളിക്കളത്തിൽ പ്രകടമാകുമോ, അതിന് അത്തരം സൈനികകൾ വരുമ്പോൾ, ഇപ്പോഴും ഒഫീഷ്യലായിട്ടില്ല എന്നിരുന്നാലും റോഡിയൊക്കെ വരുമ്പോൾ അതിന് മറുതന്ത്രം എങ്ങനെയായിരിക്കും മൗറിനിയോ ഒരുക്കി വെക്കുക, അതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. നമുക്കും അതിനായി തന്നെ കാത്തിരിക്കാം.